എക്സ് സ്ക്വയർ പ്ലസ് 14x എന്ന് എഴുതിയിട്ട് 14 സ്ക്വയർ ആക്കാം. 14 എന്ന് പറഞ്ഞാൽ ബി ആണ്. എക്സിന്റെ കോഎഫിഷ്യന്റ് നമ്മൾ പകുതിയാക്കണം. പകുതിയാക്കിയപ്പോൾ 7 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യണം? ആദ്യത്തെ ഇക്വേഷൻ പകുതി, ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ പകുതി. പിന്നെ എന്ത് ചെയ്യണം? സ്ക്വയർ ചെയ്യണം. പിന്നെ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. പിന്നെ എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം. ഈ മന്ത്രം മനസ്സിലുണ്ടായിരിക്കണം. പകുതി, സ്ക്വയർ, ആഡ്, സബ്ട്രാക്ട്. പസാസ് അങ്ങനെ എന്ത് ചെയ്യും? പസാസ് എന്നൊക്കെ പറഞ്ഞാൽ എന്തായാലും ക്രിഞ്ച് പേരെ കിട്ടിച്ചു. പസാസ്. അതായത് ഇത് ഈ 7 കിട്ടിയില്ലേ? ഈ 7 എന്ത് ചെയ്യണം? സ്ക്വയർ ചെയ്തിട്ട് ആഡ് ചെയ്യണം, സബ്ട്രാക്ട് ചെയ്യണം. അതായത് എക്സ് സ്ക്വയർ പ്ലസ് 14x ആണ്. ഇതാണ് പരിപാടി. എക്സ് സ്ക്വയർ പ്ലസ് 14x അവിടെ ഉണ്ട്. 14x അവിടെ. ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മൾ എന്ത് ചെയ്യണം? 7 ഈ 14 പകുതിയായി 7 കിട്ടി. അപ്പൊ എന്ത് ചെയ്യണം? പ്ലസ് 7 സ്ക്വയർ ചെയ്യണം. പകുതി സ്ക്വയർ ചെയ്യണം. എന്നിട്ട് മൈനസ് 7 സ്ക്വയർ. ഉടനെ തന്നെ സബ്ട്രാക്ട് ചെയ്യും. ഇനി എന്ത് ചെയ്യണം? ഇവരെ ക്ലബ് ചെയ്യണം. ക്ലബ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ എന്ത് ചെയ്യണം? ക്ലബ് ചെയ്ത് വെക്കുക. അതായത് എക്സ് പ്ലസ്, നിങ്ങൾ നോക്കേണ്ടത് ഇത്ര മാത്രമാണ്. ഈ എക്സും ഈ സ്ക്വയറിന്റെ അടിയിലുള്ള രണ്ടാൾക്കാരെ പിടിക്കുക. ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ പ്ലസ് 7 സ്ക്വയർ ആയിരിക്കണം. എന്തെങ്കിലും ഒരു സാധനത്തിന് എക്സ്പാൻഷൻ നിങ്ങൾ ഒരേ സമയം തിരിച്ച് ചിന്തിക്കണം. അതേ പറയാം, തിരിച്ച് ചിന്തിക്കൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരേ സമയം നിങ്ങൾ തിരിച്ച് ചിന്തിക്കണം. ഏതെങ്കിലും ഒരു എക്സ്പാൻഷനകത്ത് അത് എ മൈനസ് ബിയോ, എക്സ് മൈനസ് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, എ മൈനസ് ബി ഹോൾ സ്ക്വയറോ എ പ്ലസ് ബി ഹോൾ സ്ക്വയറോ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ ഒബ്സർവ് ചെയ്യേണ്ട സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്വയർ ടേംസിന് എ സ്ക്വയർ ഉണ്ട്, എ സ്ക്വയർ ഉണ്ട്, പ്ലസ് ബി സ്ക്വയർ ആണ് രണ്ട് സ്ഥലത്തുള്ളത്. പ്ലസ് ബി സ്ക്വയർ ഒരിക്കലും അവിടെ നെഗറ്റീവ് വരുന്നില്ല. നെഗറ്റീവ് എവിടെ വരുന്നത്? മൈനസ് 2ab-യിലും ഇവിടെ 2ab-യിലും സ്ക്വയർ വരുന്നുണ്ടെങ്കിൽ അതിനുള്ളിലെ ഒരു ടേംസിനും ഒരിക്കലും നെഗറ്റീവ് വരില്ല. പ്ലസ് ബി സ്ക്വയർ ആണ്, പ്ലസ് ബി സ്ക്വയർ. അപ്പൊ ആ കേസ് നമ്മളെ മനസ്സിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ അടിച്ചു കൂട്ടിയെടുക്കുമ്പോൾ എന്ത് ചെയ്യണം? -7 സ്ക്വയർ നമ്മൾ എന്ത് ചെയ്യണം? മാറ്റി നിർത്തണം. കാരണം അവിടെ മൈനസ് ആണ് 7, -7 സ്ക്വയർ. അപ്പൊ അത് നമ്മളെ സ്ക്വയറിന്റെ കൂട്ടത്തിൽ കൂട്ടാനേ പറ്റില്ല. അവൻ കോംപ്ലക്സ് നമ്പറിന്റെ വഴിക്ക് പോകും. അവൻ വേറെ തലതിരിഞ്ഞവനാ. അവൻ നമ്മൾ കൂട്ടരുത്. നമ്മൾ ആരെയും കൂട്ടാൻ പാടുള്ളൂ? +7 സ്ക്വയർ മാത്രം. അതുകൊണ്ടാണ് നമ്മൾ +7 സ്ക്വയർ കൂട്ടിയെടുത്തത്. എന്തെങ്കിലും ഡൗട്ട് അതിനകത്ത് ഉണ്ടെങ്കിൽ അത് പോയിക്കോട്ടെ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞത്. ഇന്ന് നോക്കിക്കോ, ഇതെന്താ സാധനം? ഇത് എക്സ് പ്ലസ് 7 ഹോൾ സ്ക്വയർ ആണ്. -7 സ്ക്വയർ കഴിഞ്ഞു, ബാത് ഖത്തം. നിങ്ങൾ ഇനി ഒരു സാധനം കൂടെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി പറയാം. ഒറ്റ സാധനം കൂടെ ഒബ്സർവ് ചെയ്യും. ഇത് മൊത്തം ഒബ്സർവേഷന്റെ കാര്യമാണ്. എന്താ സാധനം? ഇതാരാള്? x+7. വെറും x+7 മാത്രം നോക്കിക്കോ. അതൊരു ലീനിയർ അല്ലേ? അതായത് ലീനിയർ സ്ക്വയർ മൈനസ് ഒരു കോൺസ്റ്റന്റ് സ്ക്വയർ. ഒരു കോൺസ്റ്റന്റ് സ്ക്വയർ എന്ന് പറയുന്ന കോലത്തിലേക്കാണ് ഇതെല്ലാം വരുന്നത്. അത് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞെന്നിരിക്കും. ചിലപ്പം കോൺസ്റ്റന്റ് സ്ക്വയർ മൈനസ് ലീനിയർ സ്ക്വയർ എന്നായിരിക്കും. ആയിക്കോട്ടെ, എന്നാലും അത് ക്വാഡ്രാറ്റിക് തന്നെയാണ്. ഒരു വ്യത്യാസം സംഭവിക്കാൻ പാടില്ല. അപ്പൊ ഇതാണ് ഇതിനകത്തുള്ള മെയിൻ ആയിട്ടുള്ള 1-2 ഒബ്സർവേഷൻ. മെയിൻ ആയിട്ടുള്ള ഒബ്സർവേഷൻ നമ്മളിവിടെ ചെയ്തു കഴിഞ്ഞു. എന്താ ഒബ്സർവേഷൻ? +7 സ്ക്വയർ ആണ് എടുക്കേണ്ടത്. അതാണ് ഒന്നാമത്തെ കാര്യം. +7 സ്ക്വയർ എടുക്കണം. അതാണ് ഫസ്റ്റ് ഒബ്സർവേഷൻ. രണ്ടാമത്തെ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ ഈ x+7 എന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ x+7 ഹോൾ സ്ക്വയറിനകത്ത് ഈ ഉള്ളിലിരിക്കുന്ന സാധനം. ഇതെന്താണ്? ഇത് ലീനിയർ ആണ്. ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലോർത്ത് വയ്ക്കുക. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഇനി ഈ രണ്ട് കാര്യങ്ങളാണ് ഓർത്തിരിക്കേണ്ടത്. ഒന്നാമത്തെ പോയിന്റ്, രണ്ടാമത്തെ പോയിന്റ്. ഫസ്റ്റത്തെ പോയിന്റ് വളരെ ഈസി ആയിട്ട് തോന്നും. രണ്ടാമത്തെ പോയിന്റ് ഈസിയാണ്, പക്ഷെ അത് ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തത് 2x² + 6x + 2 എന്നുള്ള സാധനം ഉണ്ട്. ഇതെങ്ങനെ ചെയ്യാം? ഇതിനെ നമുക്ക് എങ്ങനെ ചെയ്യാം? സർ 2x ഫുള്ള് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതെ, അങ്ങനെ ചെയ്യാം. അതായത് ഞാൻ പറയാം, ഈ സംഭവം ഞാൻ പറയാം. ഇപ്പൊ 2x², അപ്പൊ ഇവിടെ x² ഇപ്പുറത്തിരിക്കുന്ന ആള് 1 അല്ല. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് സൗകര്യം. കംപ്ലീഷൻ ഓഫ് സ്ക്വയർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ x² ഇപ്പുറത്തിരിക്കുന്ന ആള് a എന്ന് പറഞ്ഞ വാല്യൂ, അതായത് ax² + bx + c എന്ന് പറഞ്ഞ ആള് ഈ എയുടെ x² ഇപ്പുറത്തിരിക്കുന്നവൻ 1 ആണെങ്കിൽ കുറച്ചുകൂടെ സൗകര്യം, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനിയിപ്പം ഇവിടെ 1 അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ 2നെ ഒന്ന് പുറത്തേക്ക് എടുക്കാം. ഒരു 2 ഒന്ന് പുറത്തേക്ക് എടുക്കും. 2 പുറത്തേക്ക് എടുക്കുമ്പോൾ ഇവിടെ എന്തൊക്കെ സംഭവിക്കാം? ഉള്ളിൽ
ഒരു എക്സ് സ്ക്വയർ ഉണ്ടാവും പ്ലസ് 3x ഉണ്ടാവും പ്ലസ് 1 ഉണ്ടാവും. പിടിയോ? യെസ്. ലാസ്റ്റ് 2 അല്ലേ വരിക? മനസ്സിലായില്ല? ലാസ്റ്റ് 2 ആണോ അത് 1 ആണോ? ലാസ്റ്റ് 1 ആണ്, കാരണം അവിടുന്ന് 2 പോയി. മനസ്സിലായി ഞാൻ പറഞ്ഞത്? ഞാൻ ഇപ്പൊ തൽക്കാലം ഞാൻ ഈ ക്വസ്റ്റ്യൻ ചെറിയൊരു മാറ്റം വരുത്താൻ പോണേ. ഈക്വൽ ടു 0 ഇടാൻ പോവാം. ഈക്വൽ ടു 0 ഒരു പ്രശ്നം സംഭവിക്കാൻ പാടില്ല. ഈക്വൽ ടു 0 എന്നുള്ള സംഭവം ഇട്ടെന്ന് വിചാരിച്ചോ. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോണേ, ഈ 2 വെച്ച് ഫുൾ അങ്ങ് ഡിവൈഡ് ചെയ്തു. അതായത് ഇതിങ്ങനെ ഇരിക്കല്ലേ, 2x സ്ക്വയർ പ്ലസ് 6x പ്ലസ് 2 ഈക്വൽ ടു 0 എന്നല്ലേ. ഇതിനെ മൊത്തത്തിൽ 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ എന്താ സംഭവിക്കുക? എങ്ങനെയായിരിക്കും എഴുതാം? ബൈ 2 എന്ന് എഴുതി. ബൈ 2. ഇപ്പുറത്തും 2 ചെയ്യണം, ബൈ 2 ചെയ്യണം. അപ്പുറത്തെ രണ്ട് സൈഡിൽ നമ്മൾ ബൈ 2 ചെയ്യണ്ട. അപ്പൊ എന്തായി? ഇവിടെയുള്ള ആൾക്കാർ എന്തായി? ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? സ്പ്ലിറ്റ് എഴുതാൻ പറ്റില്ലേ? ഈ 2 കോമൺ ഡിനോമിനേറ്റർ ആയതുകൊണ്ട് എനിക്ക് 3 പേർക്ക് ഇത് വിധിച്ചു കൊടുക്കാൻ പറ്റും. ഈ 3 ആൾക്കാർക്ക് ഇത് വിധിച്ചു കൊടുക്കാൻ പറ്റും. അപ്പൊ 2x സ്ക്വയർ ബൈ 2 എന്ന് വരുന്നു, പ്ലസ് 6x ബൈ 2 എന്ന് വരുന്നു, പ്ലസ് 2 ബൈ 2 എന്ന് വരുന്നു. ഈക്വൽ ടു എന്താ? 0. 0 ബൈ 2 എന്ന് പറഞ്ഞാൽ 0. 2 ക്യാൻസൽ ആയിട്ട് ഇവിടെ വെറും എക്സ് സ്ക്വയർ മാത്രം വന്നു, പ്ലസ് 6 ബൈ 2 എന്ന് പറഞ്ഞാൽ എത്ര? 3x. 3x പ്ലസ് 2 ബൈ 2 1 ഈക്വൽ ടു 0. ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കംപ്ലീഷൻ ഓഫ് സ്ക്വയർ അടിക്കേണ്ടത്. കാരണം എന്താ? ഈ എക്സ് സ്ക്വയറിനെ തൊട്ടിപ്രതി ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഈ സാധനത്തിന് ശല്യം പോയി കിട്ടി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇനി ഇതിന്റെ കംപ്ലീഷൻ ഓഫ് സ്ക്വയർ അടിക്കാം. ഇതിന്റെ കംപ്ലീഷൻ ഓഫ് സ്ക്വയർ ആണ് ചെയ്യേണ്ടത്. ഇതിന്റെ കംപ്ലീഷൻ ഓഫ് സ്ക്വയർ എങ്ങനെ ചെയ്യാം? 3 അല്ല നമുക്ക് പിടിക്കേണ്ടത്, 3യുടെ പകുതി കാണാം. ആദ്യം 3യുടെ പകുതിയാണ്. ഇതിന്റെ 3യുടെ പകുതിയാണ് 3 ആണ് ബി. എക്സിന്റെ തൊട്ടിപ്പുറത്തിരിക്കുന്നവനല്ലേ ബി, അവനല്ലേ നമുക്ക് എടുക്കേണ്ടത്? ബി. ഇവിടെ ബി എന്ന് പറഞ്ഞാൽ ബി എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പകുതി, സ്ക്വയർ, ആഡ്, സബ്ട്രാക്ട്. അസാസ് ചെയ്യാം. പകുതി കാണാം 3 ബൈ 2. അപ്പൊ അതായത് എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 1 ഉണ്ട്. ഇനി എന്താ ചെയ്യേണ്ട? പകുതി കാണണം. പകുതി കണ്ടിട്ട് സ്ക്വയർ ചെയ്യണം. സ്ക്വയർ ചെയ്തിട്ട് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അതായത് പ്ലസ് 3 ബൈ 2 ദ ഹോൾ സ്ക്വയർ, 3 ബൈ 2 ദ ഹോൾ സ്ക്വയർ മൈനസ് 3 ബൈ 2 ദ ഹോൾ സ്ക്വയർ. കാരണം എന്താ? അതേ സാധനത്തിന് ഉടനെ തന്നെ ഒരു നാണോ ഇല്ലാണ്ട് സബ്ട്രാക്ട് ചെയ്യണം എന്നാ പറഞ്ഞിട്ടുള്ളത്. ഈക്വൽ ടു 0. ഈക്വൽ ടു 0 ഇല്ലാത്ത കേസ് നമുക്ക് അടുത്തേക്ക് ഡിസ്കസ് ചെയ്യാം. കുറച്ച് ഈ ഓൾജിബ്രയുടെ പരിപാടികൾ അറിഞ്ഞാൽ തന്നെ കാൽക്കുലേഷൻ പകുതി നമുക്ക് ആശ്വാസമായി കിട്ടും. ഓൾജിബ്രയും ട്രിഗ്നോമെട്രി മാത്രമേ ഇതിനകത്ത് സീരിയസ് ആയിട്ട് പഠിക്കാനുള്ളൂ. അതിന് നമ്മൾ ആദ്യത്തെ 4 ക്ലാസ് എഫേർട്ട് ഇടും, മാക്സിമം എഫേർട്ട് ഇടും. എന്റെ ഭാഗത്ത് ഞാൻ മാക്സിമം എഫേർട്ട് ഇടും, നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ മാക്സിമം എഫേർട്ട് ഇടുക. ക്വസ്റ്റ്യൻസ് ചെയ്യുക, ഡൗട്ട് ചോദിക്കുക, ക്വസ്റ്റ്യൻസ് ചെയ്യുക, ഡൗട്ട് ചോദിക്കുക തന്നെ. ഇനി നോക്കിക്കോ, ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഇനി നമുക്ക് സ്ക്വയർ ചെയ്യാനും എടുക്കാനും പറ്റിയ ആൾക്കാർ ആരൊക്കെയുള്ളത്? ഒന്നാമത്തെ ആള് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നോക്കിക്കോ, ഇതാണ് കുറച്ച് ട്വിസ്റ്റുള്ള സ്റ്റെപ്പ്. എക്സ് സ്ക്വയർ വേണം, 3x വേണം. പിന്നെന്താ വേണ്ടത്? പ്ലസ്. കണ്ടോ, ഇതാ ഞാൻ പറയാം. പ്ലസ് എന്തെങ്കിലും ഒരു സാധനം സ്ക്വയർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതും വേണം. ഈ 3 പേരെ മാത്രം നമ്മൾ എന്ത് ചെയ്യുക? കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ മഞ്ഞ കളർ സാധനം കിട്ടും. എന്താ? എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 3 ബൈ 2 ദ ഹോൾ സ്ക്വയർ കിട്ടും. ഈ ബാക്കി ആരാളുള്ളത്? ബാക്കി ഒരു പ്ലസ് 1 ഉണ്ട്, ഒരു മൈനസ് 3 ബൈ 2 ഹോൾ സ്ക്വയർ ഉണ്ട്. അവർ രണ്ടുപേരും എന്ത് ചെയ്യാം? അത് മാറ്റി നിർത്തുക. പോട്ടെ ശല്യങ്ങൾ. ഇതാ ഒരു പ്ലസ് 1 ഉണ്ട്, ഒരു മൈനസ്. ഈ 3 ബൈ 2 ഹോൾ സ്ക്വയർ നിങ്ങൾ എന്ത് ചെയ്യുക? ഓപ്പൺ ചെയ്യുക. അതായത് മൈനസ് 9 ബൈ 4 എന്ന് എഴുതിക്കോ, കുഴപ്പമില്ല. ഈക്വൽ ടു 0 എന്നുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്? ഇപ്പുറത്തിരിക്കുന്ന ആളാരാ? മഞ്ഞ കളർ ചെയ്തിരിക്കുന്ന സാധനം എക്സ് പ്ലസ്. ഞാൻ പറഞ്ഞു ആദ്യം ഇവനെ പിടിക്കുക, പിന്നെ ഈ സ്ക്വയറിന് അടിയിലുള്ള ആളെ പിടിക്കുക. എന്നിട്ട് രണ്ടും കൂടെ കൂട്ടിയിട്ട് എഴുതുക. എക്സ് പ്ലസ് കൂട്ടിയിട്ട് എഴുതുന്നത് എങ്ങനെ മനസ്സിലാവുക? എക്സ് പ്ലസ് 3x എന്നുള്ളതാണ്. അപ്പൊ അത് എ പ്ലസ് ബി ഹോൾ സ്ക്വയറിന്റെ കോലത്തിലാണ്. അപ്പൊ എക്സ് പ്ലസ് 3 ബൈ 2 ഹോൾ സ്ക്വയർ എന്ന് എഴുതി. ഇനി ബാക്കിയുള്ള ചെങ്ങനെ എന്താ കാണിക്കുക? 1 മൈനസ് എന്താണ് 9 ബൈ 4 എന്താണെങ്കിലും തീരെ ഇത്ര വിലയില്ല. വില ഉണ്ട് കേട്ടോ, വിലയില്ല, അങ്ങനെ പറഞ്ഞല്ല. പ്ലസ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. എങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം? ഇത് 1 ബൈ 1 അല്ലേ? 4 ഇൻറ്റു 1 4 മൈനസ് 4 ഇൻറ്റു 1 4 മൈനസ് 9 ബൈ 4, അതായത് മൈനസ് 5 ബൈ 4 എന്നല്ല വരിക. അതെ, ഈക്വൽ ടു 0 ഇങ്ങനെ വരും. ഇനി എന്താ ചെയ്യണ്ട? വീണ്ടും എക്സ് പ്ലസ് 3 ബൈ 2 ദ ഹോൾ സ്ക്വയർ എഴുതിയതിനു ശേഷം ആ പ്ലസും മൈനസും അടുത്തടുത്തിരിക്കണില്ലേ? ഈ രണ്ടുപേരും അടുത്തടുത്തിരിക്കില്ല. മൈനസ് 5 ബൈ 4 എന്ന് എഴുതാൻ പറ്റും നമുക്ക്. മൈനസ് 5 ബൈ 4 ഈക്വൽ 0 എന്ന് എഴുതാൻ പറ്റും.
ഇനി ഈ -5/4 ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അയാൾ എന്തായി +5/4 എന്നായി മാറി. ഇത്രയും സ്റ്റെപ്പ് ഉണ്ട്. ഇത്രയും സ്റ്റെപ്പ് നമ്മൾ എക്സാമിന് എഴുതില്ല. ഇതിപ്പോ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഇത്ര സ്റ്റെപ്പ് എഴുതിയത്. നമുക്ക് പെട്ടെന്ന് എഴുതിയെടുക്കാൻ പറ്റും. ഇതൊന്നും നമുക്ക് എക്സാമിന് നമ്മൾ ചെയ്തിരിക്കേണ്ട ആവശ്യമേ ഇല്ല. അതൊക്കെ ഇത് ഈ സ്റ്റെപ്പ് ഒന്നുമില്ല. നേരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രാക്ടീസ് ഉണ്ടെങ്കിൽ അടിച്ചു വിടാൻ പറ്റും, പറക്കാൻ പറ്റും. x + 3/2 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താ വരിക? 5/4 വരും. ഈ 5/4 എനിക്ക് സ്ക്വയർ ആക്കി എഴുതുന്നതിന് വല്ല ബുദ്ധിമുട്ടുണ്ടോ? 5/4 എന്ന് വരും. ഈ 5/4 എന്ന് പറഞ്ഞ സാധനം എന്താ നോക്കൂ, ഞാൻ പറഞ്ഞിട്ട് മനസ്സിലാവുന്നുണ്ടോ നോക്കും. √5/2 ഹോൾ സ്ക്വയർ എഴുതി കൂടെ എനിക്ക്. ഇപ്പൊ എന്തായി? ഇപ്പുറത്തെ സ്ക്വയർ കിട്ടി, ഇപ്പുറത്തെ സ്ക്വയർ കിട്ടി. കംപ്ലീഷൻ ഓഫ് സ്ക്വയർ ഡൺ. രണ്ട് ഭാഗത്ത് നമ്മൾ സ്ക്വയർ ചെയ്ത് വെച്ചു. എന്താ ഇപ്പൊ ചെയ്തിട്ടുള്ളത്? ആദ്യം 2നെ ഒഴിവാക്കിയിട്ട് x² + 3x + 1 എന്നുള്ള കിട്ടി. ബി മനസ്സിലായി. ബീനെ പിടിച്ചാൽ ബിയുടെ കാര്യം പോക്കാം. നമ്മൾ അവനെന്ത് ചെയ്യും? ആദ്യം പകുതിയാക്കും, വലിച്ചു കീറും, എന്നിട്ട് സ്ക്വയർ ചെയ്യും, അടിച്ച് മോന്ത ഷേപ്പ് മാറ്റി ആഡ് ചെയ്യും, ഇഷ്ടമില്ലാത്ത കൊടുത്ത് കൊണ്ടുവച്ചു, സബ്ട്രാക്റ്റും ചെയ്യും. ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടാക്കി അവനെ. എന്നിട്ട് എന്ത് ചെയ്യുക? എന്നിട്ട് ഇത്രയും കാര്യങ്ങൾ അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് കംപ്ലീഷൻ സ്ക്വയറിനകത്തുള്ള കുറച്ച് 1-2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇനിയും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഇനിയുണ്ട് ക്വസ്റ്റ്യൻസ്. അടുത്ത ക്വസ്റ്റ്യൻ ഇനി നമുക്ക് എന്തെങ്കിലും ഇപ്പൊ എക്സ്ട്രാ എന്തെങ്കിലും പറയണമെന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാനത് സെപ്പറേറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ട് ഗ്രൂപ്പിനകത്ത് ഇട്ടേക്കാട്ടോ. നിങ്ങൾ ചിലപ്പോൾ നമുക്ക് ക്ലാസ്സിൽ പറയാൻ പറ്റാത്ത എന്തെങ്കിലും എക്സ്ട്രാ ക്വസ്റ്റ്യൻ എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാനത് ഗ്രൂപ്പിനകത്തേക്ക് എന്താ റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ വാട്സപ്പിനകത്ത് ഇൻഫോം ചെയ്യാം. വീഡിയോ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അടുത്തത് 9x² - 15x + 6 എന്നാണ്. 6 = 0 എന്നുണ്ട്. =0. ഇത് എന്താ ചെയ്യണ്ടേ? ഇതിന് നേരത്തെ പോലെ തന്നെ സെയിം മെത്തേഡ് തന്നെ, നേരത്തെ അതേപോലെ തന്നെ എന്ത് ചെയ്യണം? ഇതിങ്ങനെ എടുത്ത് എഴുതിയിട്ട് 9x² - 15x + 6 = 0 എഴുതിയിട്ട് എന്ത് ചെയ്യണം? /9 ചെയ്യണം. /9 രണ്ടപ്പുറത്ത് ഇപ്പുറത്ത് /9 ചെയ്യും. ഇനി എന്ത് ചെയ്യണം? ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും റീഡിസ്ട്രിബ്യൂഷൻ ചെയ്യും. ഇനി ഞാൻ കുറച്ച് സ്റ്റെപ്പ് ചടിക്കാൻ പോകും. കാരണം എന്താ? നമുക്കറിയാം, നമ്മൾ കുറച്ച് വേണം ചെയ്താൽ ഇതെല്ലാവർക്കും വിരിച്ചു കൊടുക്കും. അപ്പൊ എന്തായി മാറും? 9/9 ആയി മാറി. -15/9 വരുന്നു അടുക്ക്. 15/9 എന്ന് പറഞ്ഞാൽ എത്രയാ? 5/3 അല്ലേ? 15/9 എന്ന് പറഞ്ഞാല് 5/3. ഞാൻ അത് ഡൗട്ട് വരണ്ട, നോക്കോ. 15/9 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 15 എനിക്ക് എങ്ങനെ എഴുതാം? 5 × 3 എന്ന് എഴുതാം. 9 എങ്ങനെ എഴുതാം? 3 × 3 എന്ന് എഴുതാം. അപ്പൊ ഈ 3 ക്യാൻസൽ ആയിട്ട് 5/3 മാത്രം ബാക്കി വരും. അതുകൊണ്ടാണ് 5/3x എന്ന് പറയുന്നത് കേട്ടോ. 5/3x. ഇനി പ്ലസ് 6/9 എങ്ങനെ എഴുതാം? 6/9 എന്ന് പറഞ്ഞാൽ 6നെ 2 × 3 എന്ന് എഴുതാം, 9നെ 3 × 3 എന്ന് എഴുതാം. 3 2/3 ബാക്കി. അപ്പോൾ 2/3 = എന്താ വരിക? 0. ഇനി ഇവരെയാണ് എന്ത് ചെയ്യേണ്ടത്? കംപ്ലീഷൻ ഓഫ് സ്ക്വയറിന് വിധേയമാക്കേണ്ടത്. അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ ആ ഡി എന്ന് പറയുന്ന കോഎഫിഷ്യന്റ് ഇത് കാണുമ്പോൾ തന്നെ മുട്ട് വരയ്ക്കാൻ നോക്കാം. കാരണം അവനെ ഇനി നമ്മൾ പകുതിയാക്കി സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്ത് സബ്ട്രാക്ട് ചെയ്ത് ഒരു വകയ്ക്ക് ആക്കാൻ പോവാം. നോക്കൂ, x² - 5/3x + 2/3. ഇനി എന്താ ചെയ്യണ്ട? 5/3യുടെ പകുതി. 5/3യുടെ പകുതി എത്ര? 5/3 × 1/2 എന്ന് പറയാലോ. പകുതി കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ 5/3 × 1/2 എന്ന് പറയാം. അപ്പം 5/6 ആണ് 5/3യുടെ പകുതി. 5/6 ആണ് പകുതി. നമ്മൾ ഇന്നലെ ചെയ്തത് വേറെ ബാച്ച്, സോറി. 5/3യുടെ പകുതി എത്ര? 5/3യുടെ പകുതി /2 ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ 5/6 കിട്ടും. 5/6 ആണ് 5/3യുടെ പകുതി. 1ന്റെ പകുതി എത്ര? 1/2 ആണ്. 1/2 എങ്ങനെ ഇടണേ? 1 × 1/2 ആണ് 1/2. അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ബേസിക് ആണെങ്കിലും അതിന് നമ്മൾ ഒരുപാട് അതിനെ പുച്ഛിക്കേണ്ട ആവശ്യമില്ല. കാരണം അതെല്ലാം നമുക്ക് ഹെൽപ്ഫുൾ ആയി വരും. എല്ലാ ടൈപ്പ് സാധനത്തിനകത്ത് ബേസിക് ടച്ച് ചെയ്യാൻ നമുക്ക് ചെയ്യാനേ പറ്റില്ല. എല്ലായിടത്തും ബേസിക്കിന്. അപ്പം 5/3നെ പകുതിയാക്കി. എന്നിട്ട് എന്ത് ചെയ്യണം? സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യണം, ഉടനെ സബ്ട്രാക്ട് ചെയ്യണം. അതാ ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇനി ഞാൻ ഒന്നും പറയുന്നില്ല, ഞാൻ ചെയ്യാൻ പോകും. 5/3 5/6 ആക്കി, പകുതിയാക്കി.
എന്നിട്ട് എന്ത് ചെയ്യുന്നു, സ്ക്വയർ ചെയ്തു, ഉടനെ തന്നെ ആഡും ചെയ്ത് സബ്ട്രാക്റ്റും ചെയ്തു, ഉടനെ തന്നെ 5/6 ഈക്വൽ ടു 0. ഇനി എന്താ ചെയ്യേണ്ടത്? ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എടുക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ് ശ്രദ്ധിക്കണം. നമ്മൾക്ക് ഇവർ രണ്ടുപേരും വേണം നിർബന്ധമായിട്ടും, x² വേണം, x വേണം. പിന്നെ ആരാ വേണ്ടത്? പ്ലസ് 5/6 x² ആണ് വേണ്ടത്. അവർ രണ്ടുപേരും എടുത്തോ, പിടിച്ചോ. അതായത് അതൊന്ന് ഒരുമിച്ച് എഴുതിക്കും. x² - 5/3x പ്ലസ് 5/6 ഹോൾ സ്ക്വയർ. ഇനി പ്ലസ് 2/3. നമുക്ക് എന്തായാലും അവർ ഈ 0ന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. അതുകൊണ്ട് ഇപ്പൊ തന്നെ അപ്പുറത്തേക്ക് കൊണ്ടേക്കോ, ഒരു സ്റ്റെപ്പ് കൊണ്ട് കുറഞ്ഞിട്ടെ. ഈക്വൽ ടു ഈ 5/6 ഹോൾ സ്ക്വയറിന് അപ്പുറത്തേക്ക് കൊണ്ടുപോയി. അപ്പൊ അവനെന്തായി? അപ്പുറത്ത് പോയപ്പോ 25/36 ആയി. സ്ക്വയർ ഓപ്പൺ ചെയ്തു, അത്രേ ഉള്ളൂ. -2/3. അപ്പൊ -2/3 ഉണ്ട് അല്ലെ? 25/36. ഇതാരാ? ഈ ചങ്ങായിരാ? ഈ ചങ്ങായിയുടെ നോക്കി ഇവിടെ മൈനസ് ആണ് ഉള്ളത് കേട്ടോ, നടുക്കത്തില് മൈനസ്. അപ്പൊ മൈനസ് പറയുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാക്കേണ്ടത്? a - b ഹോൾ സ്ക്വയറിന്റെ ഫോമിലാണ്. അതെ, a - bയുടെ ഫോമിലാണ്. അപ്പൊ അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. എക്സിന്റെ കോഎഫിഷ്യന്റ് മൈനസ് ആകുമ്പോൾ മൈനസ് എന്നുള്ള ഫോർമാറ്റിലാണ്. ഇതിന് വേറെ ട്വിസ്റ്റ് ഉള്ള ക്വസ്റ്റ്യൻ ഞാൻ വേറെ ഇത് കഴിഞ്ഞിട്ട്. അതുകൊണ്ട് ഇതെന്തായിരിക്കും? x - 5/6 കണ്ണും പൊട്ടി എഴുതാം. അതുകൊണ്ട് ഞാൻ പറയാം, ഇത് സ്ക്വയർ ചെയ്ത് വെക്കണം നല്ലതാ. ഇവിടെ നമ്മൾ ഈ പ്ലസ് ഇട്ട് സ്ക്വയർ ചെയ്ത് വെക്കുന്ന സാധനം നമ്മൾ 25/36 എഴുതണ്ട, ചിലപ്പോൾ കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് ഇത് അങ്ങനെ തന്നെ വെച്ചോ, റോ ആയിട്ട് വെച്ചോ. 5/6 ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. അപ്പൊ ഒരു സൈഡ് സ്ക്വയർ ചെയ്ത് കിട്ടി. ഇനി അപ്പുറത്തെ സൈഡിലേക്ക് നോക്കി. അപ്പുറത്തെ സൈഡിൽ എന്താ സംഭവിക്കുന്നത്? അപ്പൊ സൈഡിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത് എങ്ങനെയാ? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന പറഞ്ഞാൽ ഇതാ, ആദ്യം വലത്തെ താഴത്തുനിന്ന് റൈറ്റ് സൈഡിലെ ഡിനോമിനേറ്റർ ഒന്ന് മേളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 25 × 3 75. 25 × 3 75. പിന്നെ 36 × 2 എത്രയാ? 72. ഡിവൈഡ് ബൈ ഇത് രണ്ടും മൾട്ടിപ്ലൈ 108. ഇത് ചെയ്താൽ മതി. ഇത് എത്ര വരിക? കറക്റ്റ് ഒരു വാല്യൂ കിട്ടും. കറക്റ്റ് കിട്ടില്ല. കറക്റ്റ് കിട്ടും. 5/6 ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താ കിട്ടുക? ഈക്വൽ ടു അപ്പുറത്ത് 3/108. 3/108 എന്ന് പറഞ്ഞാൽ എന്താ? 1/36 അല്ലേ? 36 × 3 അല്ലേ ചെയ്യുന്നത് നമ്മള്? 3/108. 3/108 എന്ന് പറഞ്ഞാൽ 108 എങ്ങനെ കിട്ടും നമുക്ക്? 3 × 36 എന്നല്ലേ? അപ്പൊ 3 വെട്ടിപ്പോയി 1/36 കിട്ടി. 1/36 1/36 എന്ന് പറഞ്ഞാൽ എന്താ? കിട്ടി ആൻസർ കിട്ടി. ആഹ്ലാദിപ്പിൻ ആർമാദിപ്പിൻ. ഇതാ 5/6 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1/6 ഹോൾ സ്ക്വയർ. ഇതാണ് പരിപാടി. 1/6 ഹോൾ സ്ക്വയർ. ഈ രണ്ട് സാധനം കിട്ടി. ഇതാണ് ഇതിന്റെ ഫൈനൽ ആൻസർ. ഇപ്പുറത്തിരിക്കുന്നതിന്റെ ഫൈനൽ ആൻസർ ഇതാണ്. ഇനി ഈ രണ്ടാമത്തെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ഒന്ന് ഒരുമിച്ച് ഒരു സ്ക്രീനിൽ ഞാൻ ചെയ്യാൻ പോവാം. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്രാവശ്യം ഞാൻ ഈക്വൽ ടു 0 ഇടില്ല. ഞാൻ ഇടില്ല. നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ഇടില്ല. ഞാൻ വെറുതെ ഈ രണ്ട് ക്വസ്റ്റ്യൻ 2x² എന്തായിരുന്നു? 2x ക്വസ്റ്റ്യൻ വായിക്കും. 2x² 6x അല്ലേ? +2 = 0 എന്നല്ലേ? ആണോ? അതെ. പിന്നെ 9x² - 15x + 6. 0 ഇടില്ല എന്ന് പറഞ്ഞിട്ട് 0 ഇട്ടു അല്ലേ? 9x² - 15x + 6. നിങ്ങൾ ഈ വീഡിയോ ശാന്തമായിട്ട് ഇരുന്ന് കണ്ടു നോക്കിയിട്ട് മനസ്സിലാക്കി പഠിച്ചാൽ മതി കേട്ടോ. ഒരു തിരക്കില്ല. പയ്യെ കണ്ട് മനസ്സിലാക്കിയാൽ മതി. പക്ഷെ മനസ്സിലാക്കിയേ പറ്റൂ. ഇതാണ് ഫസ്റ്റത്തെ സാധനം, ഇതാണ് രണ്ടാമത്തെ സാധനം. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? ഈക്വൽ ടു 0 ഇല്ലല്ലോ. ഈക്വൽ ടു 0 ഇല്ലാത്ത കാരണം ബഹുത് മുഷ്കിൽ ഹേ. ഞാൻ എന്താ പറയുക? ഇവിടുന്ന് ഒരു 2 പുറത്തെടുക്കാൻ പറ്റും. 2 പുറത്തെടുക്കുമ്പോൾ x² പുറത്തെടുക്കുന്ന സാധനത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ ക്ലാസ് ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാണ് പുറത്തെടുക്കുന്നത് പേടിക്കണം. 3x + 1 എന്ന് വരും. ഈ 2 നിങ്ങൾ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് ഇത് തന്നെ കിട്ടും. അവിടെ ഈ 2 ഉള്ളിലേക്ക് എല്ലാവർക്കും മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കും. ഇത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. 2 × 3x എന്ന് പറഞ്ഞാൽ 6x, 2 × 1 എന്ന് പറഞ്ഞാൽ 2. ഇതൊക്കെ കിട്ടും. അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ പറയണം. ഇന്ന സ്ലൈഡിൽ 12ാമത്തെ സ്ലൈഡിൽ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി. അപ്പൊ ഞാൻ നേരെ പറഞ്ഞുതരാം എന്താണ് എവിടെയാണ് ഡൗട്ട് വരുന്നത് എന്നുള്ളത്. ഇനി ഈ കേസിലോ? ഈ കേസിൽ ഞാൻ 9 പുറത്തെടുത്തു. 9 പുറത്തെടുക്കുമ്പോൾ ഉള്ളിൽ എന്താ വരിക? x² - 15 ഒരു സാധനം ഞാൻ പറയാം. ഒരു സാധനം കൂടെ ഒരു ഐഡിയയും കൂടെ പറയാം. ഒരു സാധനം ഞാൻ പുറത്തെടുക്കാന്ന് വിചാരിച്ചു. പുറത്തെടുക്കുക. ഇപ്പൊ ഞാൻ പറയണം 9 പുറത്തെടുക്കുക. ഈ ക്വസ്റ്റ്യൻ ഇതാ ഇവിടെ നിന്ന് എനിക്ക് 2 പുറത്തെടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുന്നത്?
പുറത്തെടുത്തു ഉടനെ തന്നെ പറഞ്ഞു. ഞാൻ അനുസരണമുള്ള ആളാണ്. പുറത്തെടുത്തു. ഇത് എന്താ ചെയ്യണ്ട, ഈ ഇക്വേഷൻ അതേപോലെ എഴുതിക്കോ. എഴുതിക്കോ. ഞാൻ അങ്ങോട്ട് വരാം. 6x + 3 എഴുതിക്കോ. ഇനി എന്താ ചെയ്യണ്ട, ഉള്ളില് ഉടനെ തന്നെ പുറത്തെടുത്ത സാധനം അത് ഉടനെ തന്നെ ഉള്ളിൽ ഡിവൈഡ് ചെയ്യും. ഇനി പുറത്തെടുത്തവനെ അകത്തേക്ക് കയറ്റരുത്, അവനെ പുറത്തേക്ക് വെക്കുക. കാരണം അവനെ പുറത്തെടുക്കാനുള്ളത് നമ്മൾ തുടങ്ങി. പിന്നെ ഇനി അവനകത്തേക്ക് കയറ്റുക ആവശ്യമില്ല. 2 പുറത്തേക്ക് എടുത്തു, അതിന്റെ കാര്യം ക്ലോസ് ആയി. ഇനി എന്ത് ചെയ്യാം, ഉള്ളിൽ ഈ പരിപാടി ചെയ്യാം. വീതിച്ചു കൊടുക്കുക. ഉള്ളിൽ വീതിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ എന്താ പറയാ, 2x² / 2 വരുന്നു, പ്ലസ് 6x/2 വരുന്നു, പ്ലസ് 3/2 വരുന്നു അല്ലേ. അപ്പൊ അതായത് 2 ഇൻറ്റു ഇതെന്താണ്, 2x²/2 2 വെട്ടിപ്പോയി. ഇവിടെ 6/2 എന്ന് പറഞ്ഞാൽ 3 ആയി. ഇവിടെ എന്താ 3 ആണ്, 2 അല്ലേ, 2 ആണ്. അതായത് 2/2 എന്ന് പറഞ്ഞാൽ 1 ആണ്. അതായത് ഇവിടെ ഉള്ളിൽ എന്താ വരാ, x² + 3x + 1 എന്ന് വരും അല്ലെ. 3x + 1 എന്ന്. എനിക്കിത് കണ്ടു ഭയങ്കര അസ്വസ്ഥത. അതുകൊണ്ട് ഞാൻ മായിച്ചിട്ട് 2 എന്ന് എഴുതും. കുറച്ച് എന്താ പറയാ, 2 ഇങ്ങനെ ഇത് അവിടെ ഇരിക്കട്ടെ. ഇതാണ് പുറത്തെടുക്കുന്നതിന്റെ ബേസിക് ഉള്ള പരിപാടി. അപ്പൊ ഞാൻ ഇവിടെയും ഇതേപോലെ പുറത്തെടുക്കാൻ, ഇവിടെ ഞാൻ പുറത്തെടുക്കേണ്ടത് 9 ആണ്. 9 പുറത്തെടുത്തു എന്ന് പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യേണ്ടത്, 9x² - 15x അതേപോലെ എഴുതുക. അപ്പൊ ചങ്ങായി എടോ നീ എന്താ ഇത് തന്നെ എഴുതണത്? അപ്പൊ നിങ്ങൾ പറയണം, എടാ അതിനൊക്കെ വഴിയുണ്ട്, അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ക്ഷമിക്കുന്നു പറഞ്ഞു. എന്ത് ചെയ്യണം, പുറത്തെടുത്ത 9നെ അതേപോലെ ഉള്ളിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. നീ 9 പുറത്ത് വെച്ചോ, അപ്പം പുറത്തെടുത്ത സാധനല്ലേ. നീ എന്ത് ചെയ്യണം, 9 ഇതാ ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം. ഇവിടെ നമ്മൾ വീതിച്ചു കൊടുത്തില്ല, 3 പീസ് ആക്കില്ല. അതേമാതിരി ഇവിടെ 3 പീസ് ആക്കുക. 9/9 1, അപ്പൊ വെറും x² മാത്രം. പിന്നെ 15/9 നമ്മൾ കുറച്ച് മുന്നേ ചെയ്ത 15/9 എന്തായിരുന്നു എന്നുള്ളത്, അതെന്താ സാധനം, 15/9 എന്ന് പറയുമ്പോൾ 5/3 എന്ന് വരും. 5/3x പ്ലസ് 6/9 എന്ന് പറഞ്ഞാൽ 2/3 വന്നില്ലേ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സംഭവം എന്ന് വെച്ചാൽ ഈ 2 ഒക്കെ പുറത്തിരുന്നോട്ടെ. ഇപ്പോഴത്തെ കേസിൽ 2 പുറത്തിരുന്നോട്ടെ, അതിനോട് അനക്കേ വേണ്ട. ഉള്ളില് നമ്മൾ എന്ത് ചെയ്യണം, കംപ്ലീഷൻ ഓഫ് സ്ക്വയർ അടിക്കണം. ഇവിടെയും ഉള്ളില് നമ്മൾ എന്ത് ചെയ്യണം, കംപ്ലീഷൻ ഓഫ് സ്ക്വയർ അടിക്കണം. അത്ര മാത്രം ചെയ്യണം. അതായത് ഇതിന്റെ ആൻസർ എന്താ വരിക, 2 പുറത്തുണ്ടാവും. നമ്മളിപ്പോ കംപ്ലീഷൻ ഓഫ് സ്ക്വയർ അടിച്ചു വെച്ച സാധനം തരുന്നു, x² + 3/2 ഹോൾ സ്ക്വയർ എന്നല്ലേ. അതെങ്ങനെ കിട്ടിയത്, x² + 3x + 1 എന്താ ചെയ്തത്, 3/2 ഹോൾ സ്ക്വയർ ചെയ്തു അല്ലെ. 3/2 ഹോൾ സ്ക്വയർ ചെയ്തു, മൈനസ് 3/2 ഹോൾ സ്ക്വയർ ചെയ്തു. ഈ പരിപാടി ചെയ്യാം. ഇനി അടുത്ത സ്റ്റെപ്പ് ഞാൻ ചെയ്യില്ല. കാരണം എന്താ, ഇവിടെ ഈ സാധനത്തിനെയും നമ്മൾ എന്ത് ചെയ്യണം, ഒരുമിച്ച് x + 3/2 ഹോൾ സ്ക്വയർ എന്നാക്കി എഴുതും. ഞാൻ എഴുതാം. അതേപോലെ ഇവിടെ 9 അവിടെ പുറത്തിരുന്നു, 9 പുറത്തിരിച്ചു. ഇതാരത്, നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞത് x² - 5/3x + 2/3 എഴുതിയതിനു ശേഷം b എന്ന് പറഞ്ഞ കോഎഫിഷ്യന്റിന്റെ പകുതിയാക്കുക, സ്ക്വയർ ചെയ്യുക, ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. 5/6 ഹോൾ സ്ക്വയർ ചെയ്തു, മൈനസ് 5/6 ഹോൾ സ്ക്വയർ ചെയ്തു. ഉടനെ തന്നെ ഇത്രയും സാധനം ചെയ്തു. ഇനി ഇതെന്താ സാധനം, 9 ഇൻറ്റു നമ്മൾ ആരൊക്കെയാ ക്ലബ് ചെയ്യേണ്ടത്, x മൈനസ്, ഞാൻ അവിടെ x പ്ലസ് എന്നാണ് കേട്ടെ, അല്ലല്ലോ x മൈനസ് തന്നെ, x മൈനസ് തന്നെയാണ്. x മൈനസ് 5/6 ഹോൾ സ്ക്വയർ മൈനസ് ആണ് വരിക, മൈനസ് 1/6 ഹോൾ സ്ക്വയർ എന്നാണ് കിട്ടുക. നിങ്ങൾ ചെയ്ത് നോക്കും ഈ സംഭവം. ഉള്ളിലത്തെ ഈ സ്റ്റെപ്പിൽ നിന്ന് ഞാൻ ഈ സ്റ്റെപ്പിലേക്ക് എങ്ങനെ എഴുതി എന്നുള്ളത് നിങ്ങൾ ഒന്നും ചെയ്ത് നോക്കും. ഞാൻ വേണമെങ്കിൽ ഇത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞുതരാം. ഇതാണ് പരിപാടി. ഇതാണ് കംപ്ലീഷൻ ഓഫ് സ്ക്വയറിന്റെ ഏറ്റവും ബേസിക്. 2x² - 5x + 3. ഈ സാധനത്തിനകത്ത് നേരത്തെ അതേ പരിപാടിയാണ്. 2 പുറത്തേക്ക് എടുക്കുക. 2 പുറത്തേക്ക് എടുക്കുമ്പോൾ ഉള്ളിൽ എന്താ ചെയ്യേണ്ടത്, 2x² - 5x + 3 ചെയ്യുക. ഉടനെ തന്നെ എന്ത് ചെയ്യണം, /2 ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇത് ഓരോ സ്റ്റെപ്പായിട്ട് നിങ്ങൾ വിചാരിക്കരുത്. ഇത് ഒരു ഓർഗാനിക്കലി നമുക്ക് സംഭവിക്കാം. അത് ഇത്രയും പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ഇത്രയും 4 ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ഈ 4 ക്വസ്റ്റ്യൻ നിങ്ങൾ 5-6 വട്ടം ചെയ്ത് പഠിക്കണം. എന്നാൽ ചിലപ്പം ഒരു ബിഗിനർ ആണെങ്കിൽ 5-6 വട്ടം ചെയ്ത് പഠിക്കണം. അല്ലാത്തവർക്ക് ഓക്കെ 1-2 വട്ടം ചെയ്താൽ സംഭവം ക്ലിക്കാവും. 2x²/2 എന്ന് പറയുമ്പോൾ x² മൈനസ് 5/2x 5/2 + 3/2. യെസ്. ഇനി എന്താ ചെയ്യണ്ട, ഇനി ഉള്ളിലുള്ള ആളെ മാത്രം കംപ്ലീഷൻ സ്ക്വയർ, പുറത്തിരിക്കുന്ന 2 മൈൻഡ് ചെയ്യണ്ട, അവനവിടെ ഇരുന്നോട്ടെ. അത് മറക്കരുത്, എഴുതാൻ മറക്കരുത്. അതവിടെ പുറത്തിരുന്നോട്ടെ, അവൻ നമ്മൾ ഒന്നും ചെയ്യണ്ട. ഇനി
ചെയ്യണമെന്ന് വെച്ചാൽ എക്സ് സ്ക്വയർ മൈനസ് 5/2 എക്സ് എന്നൊക്കെ എഴുതിയിട്ട് പ്ലസ് 3/2. നിങ്ങൾക്ക് സൗകര്യം പോലെ നിങ്ങൾ പല രീതിയിൽ നിങ്ങൾക്ക് ചെയ്യേണ്ടത് പ്ലസ് 3/2. ഇനി എന്ത് ചെയ്യേണ്ടത്? പ്ലസ് 5/2 പകുതി ഇത്ര ഞാൻ പറഞ്ഞു. 5/2 പകുതി ആണെങ്കിൽ 5/2 എഴുതിയിട്ട് ഇൻറ്റു 1/2 ചെയ്യണം. 5/4. 5/4 ആണ് 5/2 പകുതി. ആ 5/4 എന്ത് ചെയ്യണം? സ്ക്വയർ ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക, സബ്ട്രാക്ടിങ് ചെയ്ത് കൊടുക്കുക. 5/2 പകുതി 5/4. 5/4 ഹോൾ സ്ക്വയർ മൈനസ് 5/4 ഹോൾ സ്ക്വയർ. ശരി, ഇനി എന്ത് ചെയ്യണം? ഇപ്പുറത്ത് എന്താ ചെയ്യണ്ടേ? ക്ലബ് ചെയ്യണം. ആരൊക്കെ കൂട്ടി പിടിക്കേണ്ടത്? ആരൊക്കെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത്? പ്ലസ് 5/4. എക്സ് സ്ക്വയർ മൈനസ് 5/2 എക്സിനെയും 5/4 അതെ, അത്ര ഉള്ള പരിപാടി. അതായത് അതിനൊന്ന് കൂട്ടി പറഞ്ഞു നോക്കിയേ. എക്സ് മൈനസ് 5/4 ഹോൾ സ്ക്വയർ എഴുതി കൂടെ? എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഇല്ലല്ലോ, എക്സ് മൈനസ് ആണ്. എക്സ് സ്ക്വയർ നമ്മൾ എടുക്കില്ല. കാരണം എന്താ? ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ വരും. ആദ്യത്തെ മൂന്നാമത്തെ ടൈമിനല്ലേ ഒരുമിച്ച് ചേർത്ത? എങ്ങനെ? ആദ്യത്തെ മൂന്നാമത്തെ ടൈമിനല്ലേ ഒരുമിച്ചാക്കിയപ്പോ? ഒരുമിച്ചാക്കി പറഞ്ഞാൽ ഇതിനെയും ഈ രണ്ട് കഷ്ണം, ആദ്യത്തെ രണ്ട് പീസിനെയും ഈ നാലാമത്തെ ടേമിനും. അല്ല, അപ്പൊ എക്സ് മൈനസ് 5/4 ഹോൾ സ്ക്വയർ എങ്ങനെയായിരുന്നു? അതെ, 5/2 എക്സ് 5/2 എക്സ് ഉണ്ട്. നോക്കൂ, ഇപ്പൊ ഞാൻ ഈ സാധനം എക്സ്പാൻഡ് ചെയ്യാന്ന് വിചാരിച്ചോ. ഞാൻ ഒന്നുകൂടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്തേക്കാം. 5/2 എക്സ് ഉണ്ട്. ഇനി ഈ 5/4 ഹോൾ സ്ക്വയറിനെ ഞാൻ ഇതിന്റെ അടുത്തേക്ക് വിളിച്ചു. പ്ലസ് 5/4 ഹോൾ സ്ക്വയർ. ഒരു കാര്യം ചെയ്യും, ഞാൻ ഇതിന് കളേഴ്സ് ഒന്ന് മാറ്റട്ടെ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അതാണ് ഒരു വഴി. നമുക്കിപ്പോ പ്ലസ് ഇട്ടിട്ട് ഞാൻ ചെയ്യാൻ പോകുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഇതിന്റെ കളേഴ്സ് ഒന്ന് മാറ്റി. 5/4 ഹോൾ സ്ക്വയർ മൈനസ് 5/4 ഹോൾ സ്ക്വയർ. ഇനി ഞാൻ 2 അവിടെ പുറത്തുണ്ട്. 2 അവിടെ എഴുതിയിട്ടുണ്ട്. 2 പുറത്തുണ്ട്. ഇനി എക്സ് സ്ക്വയർ മൈനസ് 5/2 എക്സ് ഉണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി ഞാൻ പ്ലസ് 5/4 ഇങ്ങോട്ടേക്ക് മാറ്റി. അതുകൊണ്ട് അവനെ ഇങ്ങോട്ടേക്ക് വിളിച്ചപ്പോൾ പ്ലസ് 5/4 ഹോൾ സ്ക്വയർ. ഇനി മറ്റാൾ എങ്ങനെ പോയി? അതിന് ഇടയ്ക്ക് ഒരു 3/2 ഉണ്ടായിരുന്നില്ലേ? ആ 3/2 അപ്പുറത്തേക്ക് പോയി. എടാ, ഇവര് തമ്മിലൊരു അഡ്ജസ്റ്റ്മെന്റ്. എടാ, നീ ഒന്ന് ഇങ്ങോട്ട് നീങ്ങിയിരുന്നേന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിരുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഒരു ചേർച്ചയ്ക്ക് വേണ്ടിയിട്ട്. ഈ 3/2 ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല, ഒരു ചേർച്ചയില്ല. അപ്പൊ 5/4 അടുത്തിരുന്നാലേ ചേർച്ചുള്ളൂ. 3/2 മൈനസ് 5/4 ഹോൾ സ്ക്വയർ. 5/4 ഹോൾ സ്ക്വയർ പിങ്ക് കളർ ചെയ്താണല്ലേ. മൈനസ് 5/4 ഹോൾ സ്ക്വയർ. ഇങ്ങനെയാണ്. ഇങ്ങനെ. ഇനി എന്താ ചെയ്യണ്ട? എടേ, ഇവരെന്താ സംഭവം? ഇതെന്താ സാധനം? എക്സ് മൈനസ് 5/2 ഹോൾ സ്ക്വയർ അല്ലേ? 5/4 ഹോൾ സ്ക്വയർ അല്ലേ ഇത്? ഡൗട്ട് ഉണ്ടോ? അതിലാണോ ഡൗട്ട് ഉള്ളത്?